ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വില്ലേജ് ഉണ്ടാക്കി നമ്മുടെ വേശി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ട വില്ലേജിലെ എല്ലാ സാധനങ്ങളും ഒതുക്കി കൊണ്ടുവന്ന് ഇവിടെ പണിതാണ്. പിന്നെ അവിടുത്തെ വില്ലേജേഴ്സിനെ നമ്മൾ ബോട്ടിൽ കയറ്റി വന്ന പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ഇത് ഐസ് ബയോമായ കൊണ്ട് മാത്രം കുറച്ച് സ്പീഡപ്പ് കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് ട്രേഡിംഗ് ഹാൾ കൊണ്ടൊരു ഉപകാരവും ഇല്ല. അപ്പോൾ ഇവന്മാർക്കെങ്കിലും കുറച്ച് ഉപകാരമാട്ടെ, പിന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ എനിക്ക് ട്രൈഡ് ചെയ്യണമെങ്കിൽ ഇവന്മാരോട് ട്രൈഡ് ചെയ്താൽ മതി. അത് നല്ലൊരു കാര്യമല്ലേ. വെറുതെ ഇവന്മാരൊരു കൂട്ടി അടച്ചെടുത്തിരിക്കണ പോലെ ഉണ്ടാക്കിയ നഷ്ടം അവന്മാർക്ക് തന്നെയാണ്. പിന്നെ ഇവന്മാർ ഈ വില്ലേജേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മൈൻക്രാഫ്റ്റ് ഓടുകയെന്ന് തന്നെ എനിക്കറിയില്ല. ട്രൈഡ് ചെയ്തിൽ നമ്മുടെ പണി എളുപ്പമാക്കി തന്നെ ഇവന്മാരാണ് ട്രൈഡിങ്ങിന്. അപ്പം ഇവന്മാർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്ത് അതാണ് ഇത് നശിപ്പിച്ച്. അതൊക്കെ പോട്ടെ, ഇനി ഞാൻ എൻ്റെ വില്ലേജിൻ്റെ നടുഭാഗത്തെത്തിയിട്ട് ഞാൻ നിങ്ങളാണ്. അപ്പം നമ്മുടെ സെൻറ്റർ ഓഫ് ദി വില്ലേജ് സൺസെറ്റൊക്കെ ഉള്ള ഈ ഒരു സ്ഥലമാണ്. ഇതാണ് സെൻറ്റർ ഓഫ് ദി വില്ലേജ്. ഫാർമറാണ്, നിൻ്റെ വീട് അവിടെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അയൺ ഗോളം, ഇവനെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയതാണ്. പിന്നെ അവിടെ വില്ലേജറിൻ്റെ സാധനം കണ്ടല്ല. ഇനി നമ്മുടെ കിടപ്പാട് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റെയർ കേഴ്സ് ഇങ്ങനെ നൈസായിട്ട് കയറി ചെല്ലണം. നമ്മുടെ കൊട്ടാരമൊക്കെ പോയി അവിടെ കിടക്കാൻ നമുക്ക് വേണമെങ്കിൽ. പക്ഷെ അവിടെ വില്ലേജേഴ്സൊക്കെ ചിലപ്പോൾ വന്ന് കിടന്ന ടയേർഡായിട്ട് വന്ന് കിടന്ന അത് റെസ്റ്റോറൻ്റ് ആക്കി ഞാൻ. ഇതാണിപ്പോൾ എൻ്റെ വീട്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലാണിപ്പോൾ കിടക്കുന്നത്. പിന്നെ കർക്കിടകം ഒന്നാണെന്ന് അപ്പം എല്ലാവരും കർക്കിടക പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. മസാജൊക്കെ ചെയ്ത് തന്നു. ജോസ് സുഖമല്ലേ? ജോസ് എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ രാവിലെ ആകുമ്പോൾ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ സ്പോണായി വീഴണ സ്ഥലം കണ്ടോ? അല്ല, അതെന്തെങ്കിലും ആട്ടെ. ഞാൻ സ്പോണായെന്ന് പറഞ്ഞാൽ ഞാൻ ആ സൈഡിലായിരുന്നു പറയാം. കുളിക്കട്ടോ. ഇതൊക്കെ എനിക്ക് ലഷ്കേവി എന്നാണ് കേട്ടോ കിട്ടിയ കുറുക്കച്ച്. പിന്നെ എനിക്ക് ജോസിനെ കിട്ടിയത് നിങ്ങൾക്ക് ഓർമ്മ വേണ്ടാന്ന് എനിക്കറിയില്ല. ജോസിനെ എനിക്ക് ഒരു ആടിനെ ഞാൻ അവിടെ വെച്ച് ഒരു കുഞ്ഞാടിനെ അതിനെ കൊന്ന് ജോസ് അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് നേരാ. പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഞാൻ വില്ലേജ് ഉണ്ടാക്കിയതിന് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഞാനിങ്ങനെ അടുത്ത് തന്നെ വില്ലേജൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ ഇങ്ങനെ ചെയ്യണത് നല്ലതല്ലേ നമുക്ക് വില്ലേജേഴ്സ്. ഇത് ബ്ലാക്ക് സ്മിത്തറിൻ്റെ വീടാണ്. നിനക്കെന്താടാ ഇവിടെ പരിപാടി? അന്നേക്കാണ് ബ്ലാക്ക് സ്മിത്തറിൻ്റെ വീട്ടിലാണ് അവൻ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ പൊട്ടിയ ഫാം ഉണ്ടാക്കാം. പൊട്ടിയ ഫാം അതെങ്ങനെയാണെന്നറിയാമോ? ഇതിങ്ങനെ അല്ല, ഇത് പൊട്ടിച്ചളയട്ടെ. എന്നിട്ട് ഇപ്പോഴും നമ്മുടെ സാഡിൽ വെറുതെ ഇരിക്കണം കേട്ടോ. ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം. ഇങ്ങനെ പിന്നെ ഇങ്ങനെയും വെച്ചിട്ട് നമുക്ക് ഒരു മത്തങ്ങ നിൽക്ക് ആ ബെഡ് എടുത്ത് ഇവിടെ വെച്ചാൽ അവന് കിടക്കാൻ പറ്റില്ലേ? വേണ്ട എന്നാൽ ഈ ഒരു മത്തങ്ങ ഇവിടെ ഇങ്ങനെ വെച്ചേക്കണം. ഇപ്പം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ദൂരത്ത് നോക്കട്ടെ എൻ്റെ വില്ലേജ് എങ്ങനെയാണ് കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാകുന്ന നോക്കട്ടെ. കാരണം ഇങ്ങനെ ചവറ് പോലെയാണോ ഇരിക്കണമെന്നൊക്കെ ഒന്ന് നോക്കണ്ടേ. ഇവിടെ മതി. നല്ല വില്ലേജ്. ഞാൻ ആദ്യം വന്നപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ വീട് വെച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ കെട്ടുമായിരുന്നു ദൈവം ഇതൊക്കെ. ഞാൻ ആദ്യം വന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം, ഒരു മരം കൊണ്ടുള്ള വീട്, പിന്നെ കുറേ ഫെൻസും അങ്ങനെയൊക്കെ വെച്ചിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ വീട്. ഇത് കണ്ടോ, ക്യാസ്റ്റൽ പോലത്തെ വീടാണ് നമ്മുടെ ഫാർമറിന്. എൻ്റെ പൊന്നെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ ഇത്രയ്ക്ക് അടിപ്പനായി എൻ്റെ ബേസ്. ഇത് അടിപ്പനെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കൊള്ളാം. കാണാൻ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇവന്മാർ സ്വയം തല്ലി ചാകണമല്ല, ഈ ബെറിയിൽ തട്ടി ചാകണമാണ്. അതുകൊണ്ട് ഞാൻ ഇവന്മാർക്ക് ഇവിടെ 2 പൂവൊക്കെയാണ് കണ്ടോ. ഇപ്പം അവൻ ചാകുന്നില്ല അല്ലേ? ശരിയല്ലേ? പിന്നെ ഇവിടെ റോഡ് നിർമ്മാണത്തിൻ്റെ പദ്ധതിയും കൂടെ നടത്തണം. അപ്പം ഞാനിവിടെ നിന്ന് മൈനിങ് ഏരിയ വരെ ഒരു റോഡ് നിർമ്മാണ പദ്ധതിയും നടത്തുന്നുണ്ട്. അത് തന്നെ അതൊക്കെ ചെയ്യണം. ഇവിടെയൊക്കെ കാട് പിടിച്ചിരിക്കില്ല, ഇവിടെയൊക്കെ റോഡുണ്ട്. അയൻകുളം റോഡ് കിട്ടിയ സന്തോഷത്തിൽ അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. അയൻകുളം റോഡ് കിട്ടിയ സന്തോഷത്തിൽ അങ്ങോട്ട് പോയി. ഇത്ര നേരം റോഡില്ലാണ്ടാണെന്ന് തോന്നണം അവിടെ തന്നെ നിന്ന് അയൻകുളം. അയ്യോ, ഞാൻ കുഴിക്കുള്ളിൽ വേണം.
ഇല്ല. പിന്നെ നമുക്ക് അങ്ങോട്ടുള്ളതാണ് റോഡ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യണം. 1 2 3 4 5 6. ഇനിയൊക്കെ നമുക്ക് ഗേറ്റ് അടിക്കാം. 7 8 9 10 11 12 13. ഞാനെന്തിനാ ചുമ്മാ എണ്ണമെന്നാണ് കേട്ടോ, അല്ലാണ്ട് ഇത് കണക്ക് കൂട്ടിയെന്നല്ല ഞാൻ അടിക്കണത്. ഇപ്പം കാണാൻ കുറച്ച് കൊള്ളാം. ഫാമിൻ്റെ അടുത്തായിട്ട്, ആ ഫാം ലാൻഡിൻ്റെ അടുത്തായിട്ട് വന്ന്. ഇതെന്താടാ ഗ്യാങ്സ്റ്ററാ? ഇതെന്ത് പെണ്ണാ വായി നോക്കാൻ? അവിടെ എൻ്റെ ഷോട്ട് ഗൺ എടുത്ത് ക്രോസ് ബോ. ഇവന്മാരെ ക്രോസ് ബോ വെച്ച് കൊല്ലാൻ കൊള്ളയില്ല. ഇവൻ്റെ ആയുധം വെച്ചാൽ ഞാൻ ഇവനെ കൊല്ലും. അല്ല, ഇവൻ്റെ കൈ ഇരുന്ന് വെച്ചല്ല, ഇവൻ്റെ ആ സെയിം മോഡൽ. എൻ്റെ വില്ലേജേഴ്സിനെ തൊടുവാടാ നിങ്ങൾക്ക് എൻ്റെ വില്ലേജേഴ്സിനെ തൊടുവാടാ. തൊടുക. നീ എൻ്റെ അലേനെ തൊടുക. നീ എൻ്റെ വില്ലേജേഴ്സിനെ തൊടുക. നിൻ്റെ കൈ ഞാൻ വെട്ടു. നീ എൻ്റെ കൈ. അയ്യോ, നീയൊക്കെ എൻ്റെ കൈ വെട്ടുവാടാ. എൻ്റെ കൈ വെട്ടുവെന്നോടാ. അവനെ തീർത്ത്. നീ മാത്രമേ ഉള്ളൂ. എന്തിനു നടക്കേ? അത്രയേ ഉള്ളൂ. നമ്മൾ 2 എണ്ണത്തിനെയും വെട്ടി തുണ്ടാക്കിയിട്ടുണ്ട്. എന്നോടാ കളി. ഇനി നമുക്ക് അവന്മാരോട് ട്രൈഡ് ചെയ്യണം. ട്രൈഡിങ് ആളൊക്കെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞപ്പോഴാണ് നമ്മൾ ട്രൈഡ് ചെയ്യാൻ നിൽക്കണം അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവന്മാരുടെ വീടെന്നൊക്കെ പറഞ്ഞത്. തെരുവിലൊക്കെയാണ് ഇവന്മാർ കിടക്കണത്. ഹേബിലൊക്കെ വെച്ചപ്പോൾ പൊളി. ഈ ചെസ്റ്റ് എന്തിനാണ് വെച്ചേക്കണത്? അടിച്ചില്ലേ? എല്ലാവരും വീട്ടിൽ കയറി. നിനക്ക് വീടില്ലേ? നിൻ്റെ വീട് ഇതാണ്. നീ ഇനി തൊട്ട് ഇവിടെ കിടക്കണം. അപ്പോൾ അകത്തൊരു ബെഡ് ഇട്ടേക്കണം, വേറെ ആർക്കെങ്കിലും കൊടുക്കണം. അപ്പോൾ അലയൊക്കെ ഉണ്ട് അവിടെ. എനിക്കിപ്പോൾ സന്തോഷമായി. ഇനി എനിക്ക് നെതറും കയറി എൻ്റെ ഡ്രാഗനെ കൊന്നു കഴിഞ്ഞു. ഡ്രാഗനെ കൊന്ന ഈ സീരീസ് തീർന്നു ഗൈസ്. എനിക്ക് ഡ്രാഗനെ കൊന്നാൽ മതി. അപ്പം എങ്ങനെ ഇനി ഡ്രാഗനെ കൊന്ന് തീർത്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. ടാറ്റ.